ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള TV സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനത്തെ ഗോവിന്ദൻ്റെ പിറന്നാൾ ഇന്നാണ് എന്നുള്ള കാര്യം മേഡത്തിൽ നിന്നും അറിഞ്ഞു. അപ്പം നാൾ പ്രകാരമുള്ള ആ ഒരു ഇത് നേരത്തെ കഴിഞ്ഞു. അന്ന് നീ അവന് വേണ്ടിയിട്ട് ശയനപ്രദക്ഷിണം നടത്തി തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞത് ഗീതുവിന് ഒത്തിരി സന്തോഷം ഉണ്ടാക്കി. അപ്പോൾ അതെന്തുകൊണ്ടായിരിക്കും അന്ന് പിന്നെ എന്നോട് പറയാതെ ഇപ്പം എന്നോട് ഇത് പറയാൻ കാരണമെന്ന് ചോദിച്ചുകൊണ്ട് മേഡത്തിനെ നമ്മുടെ ഗീതു ചോദ്യം ചെയ്തപ്പോൾ ഇതിലിത്ര ഇൻവെസ്റ്റിഗേഷൻ നടത്തേണ്ട കാര്യമുണ്ടെന്നും എനിക്ക് തോന്നുന്നില്ല. പറഞ്ഞ് ഇഷ്ടപ്പെട്ടില്ലെന്നുണ്ടെങ്കിൽ ഫോണിൽ വിളിച്ച് ഞാനങ്ങ് തരാം, ജോത്സ്യരോട് നീ തന്നെ അങ്ങ് ചോദിക്കാൻ പറഞ്ഞു. അപ്പോൾ വേണ്ട, ഞാനതിനൊന്നും നിൽക്കുന്നില്ല. കണ്ണേട്ടൻ അമ്പലത്തിൽ വെച്ച് പറഞ്ഞതുപോലെ ആ ജോത്സ്യൻ നിങ്ങളുടെ ശിങ്കടിയാണെങ്കിലോ നിങ്ങൾ പറഞ്ഞു കൊടുക്കുന്നതല്ലേ പാടൂ. എനിക്കൊരു ശിങ്കടി ഇല്ല പെണ്ണെ. അങ്ങനെ അഥവാ ഒരു ശിങ്കടി ഉണ്ടെങ്കിൽ തന്നെ അത് നീയാണെന്ന് മേഡം. പിന്നെ അമ്മയുടെ ആഗ്രഹമൊക്കെ കൊള്ളാലോ എന്ന് ഗീതു. 1000 കോടി വാർഷിക വിറ്റുവരവുള്ള കമ്പനിയുടെ വൈസ് ചെയർമാൻ അമ്മയ്ക്ക് വെറും ശിങ്കടി അല്ലേ? ഒന്ന് പോടി കുറുമ്പത്തി. വലിയൊരു വൈസ് ചെയർമാനും 1000 കോടിയും എന്നും പറഞ്ഞുകൊണ്ട് മേഡം കളിയാക്കി. എന്നാൽ ഞാൻ പോയിട്ട് വരാട്ടോ എന്നും പറഞ്ഞ് പോകാൻ തുടങ്ങുമ്പോൾ ഗോവിന്ദന് സർപ്രൈസ് കൊടുത്ത് ഞെട്ടിച്ചിട്ട് എന്നെ വിളിക്കാൻ പറഞ്ഞു. ശരി, ഞാൻ പോയിട്ട് വരാട്ടോ എന്നും പറഞ്ഞതേ നമ്മുടെ ഗീതു പോണു. മേഡം ഇങ്ങനെ അവിടെ നിൽക്കുന്നു. എന്തായാലും ആ ഒരു സംഭവം അവിടെ കഴിഞ്ഞു കേട്ടോ. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് കിഷോർ അവിടെ ഏതോ ഒരു സ്റ്റാഫുമായിട്ട് നിന്ന് കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നു. ഈ സമയത്ത് ഗീതു അങ്ങോട്ടേക്ക് വരുന്നത് കണ്ടു. ഗീതു വരുന്നത് കണ്ടപ്പോൾ ഒന്നും കാണാത്ത മട്ടിൽ അവനങ്ങ് പോകുക. പെട്ടെന്ന് ഗീതു ഇവനെ കണ്ടു കേട്ടോ, ഇവനങ്ങ് പോകുന്നത്. ആ സമയത്താണ് സുവർണയും അതുപോലെ വിനോദും കൂടെ അതിലെ വരുന്നത്. ചെന്ന് ഇവരുടെ മുന്നിലേക്കാണ് ഈ കിഷോർ. സുവർണ എന്നും പറഞ്ഞ് വിളിച്ചു. നമ്മുടെ സൈബർ പാർക്കിലെ സോഫ്റ്റ്വെയർ സിസ്റ്റത്തിലേക്ക് എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ആക്സസറീസ് വാങ്ങാതിരുന്നത് എന്ന് കിഷോർ ഇവരോട് ചോദിക്കണം. ആ ഗീതു ഇതൊക്കെ കേൾക്കുക കേട്ടോ, ഇവർ നമ്മൾ സംസാരിക്കുന്നത്. ഞാൻ തന്ന ലിസ്റ്റിലുള്ളതൊന്നും അല്ല കിട്ടിയിരിക്കുന്നതെന്നും അങ്ങനെയൊക്കെ പറഞ്ഞപ്പോൾ വരുൺ സാർ അപ്രൂവ് ചെയ്തതാണ് വാങ്ങിയത്. കിഷോറിന് നിർദ്ദേശം വയ്ക്കാം, പക്ഷേ ഫൈനൽ തീരുമാനം വരുൺ സാറിൻ്റേതാണെന്നുള്ള കാര്യം സുവർണ പറഞ്ഞു. വരുൺ സാർ പറഞ്ഞിട്ട് ഞാൻ നേരിട്ടാണ് പർച്ചേസിങ് നടത്തിയത്, അതിലിപ്പോൾ പ്രശ്നം എന്താണെന്ന് വിനോദ് ചോദിച്ചു. ഇതൊക്കെ കേട്ട് കിഷോർ ഇങ്ങനെ നിൽക്കുന്നു. ഗീതുവിനെ ഇമ്പ്രസ് ചെയ്യിക്കാൻ ഈ ചാൻസ് ഉപയോഗിക്കണം എന്നും പറഞ്ഞ് നിൽക്കുമ്പോൾ കിഷോർ ഇവിടുത്തെ വെറും സ്റ്റാഫ് മാത്രമാണ്, ആ നിലയ്ക്ക് മാത്രം നിന്നാൽ മതിയെന്ന് പറഞ്ഞു. സുവർണ അതെ സ്റ്റാഫാണ്, പക്ഷേ സുവർണയെ പോലെ കമ്പനിയെ തകർക്കാനല്ല, കമ്പനിയെ ഡെവലപ്പ് ചെയ്യാനാണ് ഞാൻ ശ്രമിക്കുന്നതെന്ന് പറഞ്ഞു കിഷോർ. ഞാൻ കമ്പനിയെ തകർക്കാൻ എന്ത് ചെയ്തെന്ന് കൂടി പറയണം. സുവർണയുടെ തോന്നിവാസങ്ങളാണ് ഇവിടെ ഇംപ്ലിമെൻ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഓരോ പർച്ചേസിൻ്റെയും മറവിൽ കമ്പനിയെ കബളിപ്പിക്കുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ലെന്നാണോ എന്നൊക്കെ ചോദിച്ചിട്ട് സുവർണയെ കുറ്റപ്പെടുത്തുന്നു. അങ്ങനെ നമ്മുടെ സുവർണയെക്കുറിച്ചുള്ള കാര്യങ്ങളെല്ലാം ഇങ്ങനെ പറയണം. അങ്ങനെ ആ ഒരു കാര്യവും ഇതെല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ നമ്മുടെ ആങ്ങള, അതായത് ഗീതുവിൻ്റെ ആങ്ങള വിനോദ് കയറി പറയുവാണ്, എങ്ങനെയാണ് നിനക്ക് നിൻ്റെ ജോലി നഷ്ടപ്പെട്ടതെന്നും അല്ലെങ്കിൽ എന്താണ് നീ അതിൽ ചെയ്ത് കൂട്ടിക്കൊണ്ടിരിക്കുന്നതെന്നുള്ള കാര്യം ഞാൻ നിൻ്റെ വൈഫിനോട് പറയാം, അപ്പോൾ പിന്നെ എല്ലാ കാര്യങ്ങളും എളുപ്പമായില്ലേന്ന്. അത് കേട്ട് കിഷോർ ഒന്ന് ഞെട്ടി. കാരണം പണി ചോദിച്ചു മേടിക്കണോ എന്നുള്ളൊരു സംശയത്തിലേക്ക് കിഷോർ വന്നു. കിഷോർ എന്നിട്ടിങ്ങനെ ആകെ ഇതായിട്ട് നിൽക്കുക കേട്ടോ. അങ്ങനെ പറഞ്ഞപ്പം വിനോദ്, ഈ സ്ഥാപനത്തെ ചതിക്കാൻ നീ ഇവൾക്ക് കൂട്ടു നിൽക്കരുത് എന്ന് കിഷോർ പറയും. ഇതൊക്കെ ഗീതു കേട്ടോണ്ട് നിൽക്കുക. അങ്ങനെ വലിയ സന്തോഷത്തോടെ സുവർണ നിൽക്കുമ്പം എന്നെക്കൊണ്ട് നീ അത് ചെയ്യിക്കരുതെന്ന് വരുൺ കിഷോറിനോട് പറയും. അപ്പം നിൻ്റെ ചേച്ചിയുടെ സ്ഥാപനമാണിതെന്നും അത് സംരക്ഷിക്കാൻ കടമയുള്ള നീ നിസ്സാര ലാഭത്തിനു വേണ്ടി AGM-നെ തകർക്കാൻ ശ്രമിക്കരുതെന്ന് കിഷോർ പറയണു. പിന്നെ നിൻ്റെ ചേച്ചിക്ക് അത് സഹിക്കാൻ കഴിയില്ലെന്നും കൊള്ളാം എന്നുള്ള രീതിയിൽ നമ്മുടെ ഗീതു അവിടെ നിന്നിട്ട് നേരെ റൂമിലേക്ക് പോയി. അവർക്കൊരു നഷ്ടം ഉണ്ടാകാതിരിക്കാൻ എന്ത് ത്യാഗം സഹിച്ചും ഞാൻ കൂടെ നിൽക്കുമെന്നൊക്കെ കിഷോർ പറഞ്ഞപ്പം കൂടുതൽ ഭാവാഭിനയൊന്നും കാഴ്ചവെക്കേണ്ട, നീ ആരാണെന്നും എന്താണെന്നും എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് വിനോദ് പറഞ്ഞു. കിഷോർ ഇപ്പോൾ നടത്തിയ ഷോ പോലും ഗീതാഞ്ജലിയെ കേൾപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ എന്ന് സുവർണ ചോദിച്ചു. അത് കണ്ടു നിൽക്കാൻ ശേഷിയില്ലാതെ അവരെപ്പോഴേ ക്യാബിനിലേക്ക് പോയി എന്നുള്ള കാര്യം സുവർണ പറഞ്ഞപ്പോൾ കിഷോർ ചമ്മി. ഇനി വികാര പ്രകടനങ്ങളൊക്കെ നിനക്കങ്ങ് നിർത്തിവെക്കാമെന്ന് പറഞ്ഞു. നോക്കിയപ്പോൾ ഗീതു അവിടെ ഇല്ല. കിഷോർ ചമ്മി എന്ന് കിഷോറിന് തന്നെ ബോധ്യമായി. അങ്ങനെ ആ ഒരു ഇത് കഴിഞ്ഞപ്പോൾ കിഷോർ ഇങ്ങനെ നോക്കി കളിയാക്കി ചിരിക്കുകയാണ് സുവർണ. ഒന്നുമല്ലാത്ത പോലെ ഇങ്ങനെ ചമ്മി നിന്നിട്ട് കിഷോർ അവിടെ നിന്ന് പോയി കേട്ടോ. ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഗീതു ക്യാമ്പിലേക്ക് കയറി ചെല്ലുന്നു. ഗോവിന്ദൻ അവിടെ ഉണ്ടായിരുന്നു. എവിടെയായിരുന്നു ഇത്രയും നേരം എന്ന് ചോദിച്ചപ്പം കൃത്യമായി ഡേറ്റും കാര്യങ്ങളൊക്കെ ഞാൻ പറയണോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഇന്നൊരു പ്രത്യേക ദിവസം ഉണ്ടെന്നും ഗീതു പറയുകയും ചെയ്തു കേട്ടോ. ഇന്ന് നല്ല കലിപ്പ് മൂഡിലാണല്ലോ എന്ന് ചോദിച്ചപ്പോൾ നല്ല മൂഡിലാണെന്ന് ഗീതു. ഭക്ഷണം കഴിക്കണ്ടേ എന്ന് ഗീതു ചോദിച്ചപ്പോൾ വൈസ് ചെയർമാനെ ഉണ്ണിക്കാൻ ഊണും കൊണ്ടുവന്നതായിരുന്നോ എന്ന് ചോദിച്ച് കളിയാക്കി. അങ്ങനെ
എൻ്റെ കൈ കൊണ്ട് വാരി തിന്നാന്നൊന്നും വിചാരിക്കേണ്ട. ഇന്ന് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഊണ് റെഡിയായില്ല, അതുകൊണ്ട് കൊണ്ടുവന്നില്ലെന്ന് പറഞ്ഞു ഗീതു. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് പട്ടിണി ഇരിക്കണം എന്ന്. ഞാനോ? AGM ചെയർമാൻ്റെ വൈഫ് പട്ടിണിക്കിരിക്കാനോ? അങ്ങനെ ഭക്ഷണം കഴിക്കുന്ന കാര്യമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു രണ്ടുപേരും കൂടി. അങ്ങനെ ഗോവിന്ദനെ ഭക്ഷണം കഴിപ്പിക്കാൻ ഗീതു ഭയങ്കര ശ്രമങ്ങൾ നടത്തുക. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് വിശക്കുവാണെന്ന് ഗീതു പറഞ്ഞപ്പം, നീ ഇപ്പോഴല്ലേ ഇങ്ങോട്ട് പോകുന്നത്? വിശപ്പിൻ്റെ അസുഖമുള്ള ആളായിരുന്നെങ്കിൽ കഴിച്ചിട്ട് പോന്നാൽ പോരായിരുന്നു എന്ന് ചോദിച്ചു. എനിക്ക് ഒറ്റയ്ക്ക് ഹോട്ടലിൽ കയറുന്ന ഇഷ്ടമല്ല, കമ്പനി വേണമെന്ന് പറഞ്ഞു ഗീതു. അജാസിലായിരുന്നു കൂടെ. അജാസ് അല്ല എൻ്റെ ഭർത്താവ്, മിസ്റ്റർ ഗോവിന്ദ് മാധവാണെന്നൊക്കെ പറഞ്ഞപ്പം നമ്മുടെ ഗോവിന്ദൻ ഒന്ന് ചിരിച്ചേ. എനിക്ക് ഈ കമ്പനിയാണ് വേണ്ടതെന്ന് ഗീതു ഗോവിന്ദനോട് പറയണം. എഴുന്നേറ്റ് വാ എൻ്റെ കണ്ണ, എനിക്ക് നല്ല വിശപ്പുണ്ട് വാ എന്നും പറഞ്ഞ് ഗീതു ഗോവിന്ദനെ നിർബന്ധിച്ച് വിളിച്ചോണ്ട് പോവാ. ഭാര്യ വിശപ്പെന്ന് കരയുമ്പോൾ തിരിഞ്ഞു നോക്കാത്തൊരു ദുഷ്ടനാണ് എൻ്റെ ഭർത്താവെന്ന് പറഞ്ഞ് അയാൾ എല്ലാവരും വിളിക്കട്ടെ എന്ന് ചോദിച്ചു. അയ്യോ വേണ്ട, ഒരു 10 മിനിറ്റ് ഞാൻ ഈ വർക്കൊന്ന് തീർത്ത് വെച്ചിട്ട് വരാമെന്നും പറഞ്ഞ് ഗീതുവിന് ആ ഒരു ഇതൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഇരിക്കാം. അപ്പോൾ ശരി, 10 മിനിറ്റെങ്കിൽ 10 മിനിറ്റ്, ആ 10 മിനിറ്റ് കൊണ്ട് ഞാൻ എൻ്റെ വിശപ്പൊക്കെ കടിച്ചു പിടിച്ചിരുന്നോളാം കേട്ടോ എന്നും പറഞ്ഞ് ഗീതു ക്യാബിനിൽ നിന്ന് പോയി. ഗോവിന്ദൻ ഇങ്ങനെ സന്തോഷത്തോടെ അവിടെ നിന്ന് വർക്ക് ചെയ്യുക. റൂമിൽ ചെന്നതിന് ശേഷം ഇന്ന് ഞാൻ എൻ്റെ പ്രണയം തുറന്നു പറയുമെന്നൊക്കെ ഗീതു ഇരുന്ന് ഇങ്ങനെ ചിന്തിക്കുവാണേ. എന്നിട്ട് ഗീതു ഒരു കയ്യിൽ റോസാപ്പൂ ഒക്കെ പിടിച്ച് ഇങ്ങനെ ആ ക്യാബിനിൽ കിടന്ന് കറങ്ങി ഭയങ്കര സന്തോഷത്തോടെ എന്ത് ചെയ്യണം എന്നറിയാത്തൊരിതിൽ ഇങ്ങനെ ഇരിക്കുക. അങ്ങനെ വളരെ സന്തോഷമായി ഗീതുവിന്. അതെല്ലാം കഴിഞ്ഞ് നമ്മുടെ ഗീതു ഇങ്ങനെ ഹോട്ടലിൽ പോയതും അതുപോലെ തന്നെ ഒരു സദ്യ വാങ്ങിച്ചതും പിന്നെ അവിടെ രണ്ടുപേരും കൂടെ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു സർപ്രൈസ് കൂടി ഉണ്ടെന്നും പറഞ്ഞ് ആ സദ്യയുടെ മുന്നിൽ നിന്ന് എഴുന്നേറ്റ് ചെന്ന് ആ പൂവെടുത്ത് ഗോവിന്ദന് കൊടുത്ത് ഗോവിന്ദൻ്റെ കവിളിൽ ഒരു ഉമ്മ കൊടുക്കുന്നതും അതുപോലെ തൻ്റെ പ്രണയം, ഹാപ്പി ബർത്ത്ഡേ ഇതൊക്കെ പറയുന്നതും ഇതെല്ലാം നമ്മുടെ ഗീതു ഒരു നിമിഷം പാവമായിരുന്നു സ്വപ്നം കാണുക. ഇതൊക്കെ സ്വപ്നം കണ്ട് നമ്മുടെ ഗീതു ഇങ്ങനെ ഇരുന്ന് ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പിച്ചും പേയും പറയുന്നു കേട്ടോ. അങ്ങനെ റൂമിലിരുന്ന് പിച്ചും പേയും പറയുന്ന നമ്മുടെ ഗീതുവിൻ്റെ അടുത്തേക്ക് കിഷോറും സുവർണയും കൂടി കയറുമായിരുന്നു. അങ്ങനെ ഗോവിന്ദനും ഗീതുവിനോട് പ്രണയമൊക്കെ തുറന്നു പറഞ്ഞു സ്വപ്നത്തിൽ. ഭയങ്കര റൊമാൻറ്റിക് ആയിരുന്നു ഇന്ന്. അങ്ങനെ ഗീതുവും ഗോവിന്ദനും സംസാരിച്ചുകൊണ്ടിരുന്ന സമയത്ത് അങ്ങനെ ഇഷ്ടമുള്ള സ്ഥലമൊക്കെ പറഞ്ഞോളാൻ പറഞ്ഞു ഗോവിന്ദൻ. പറയട്ടെ എന്നും പറഞ്ഞ് സ്വന്തം റൂമിലിരുന്ന് ഇങ്ങനെ പൂവും കെട്ടിപ്പിടിച്ച് സംസാരിക്കുന്ന സമയത്ത് കിഷോറും അവർണികയും വന്ന് ഗീതാഞ്ജലി എന്നും പറഞ്ഞ് ഇങ്ങനെ വിളിച്ചു. അങ്ങനെ ഈ ഒരു ഒറ്റപ്രണയം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും ഭയങ്കര ദേഷ്യം വന്നു കിഷോറിന്. മറിച്ച് അവർണികയ്ക്ക് ഇത് വളരെ കൗതുകവും അതുപോലെ ഇഷ്ടമൊക്കെ ആയിട്ടോ. അങ്ങനെ നമ്മുടെ ഗീതാഞ്ജലി എന്നും പറഞ്ഞ് വിളിച്ചപ്പോഴേക്കും ഗീതു പെട്ടെന്ന് ചമ്മി ഇങ്ങനെ ഇരിക്കുക, വെളറി വെളുത്തിരിക്കാം. ഞാൻ ഇന്ന് മയങ്ങിപ്പോയി, സോറി എന്ന് ഗീതു പറഞ്ഞപ്പം ഇത്രയും സന്തോഷം തരുന്ന ഒരു പകൽക്കിരാവിലായിരുന്നു എന്ന് എനിക്കും തോന്നി. പക്ഷേ അത്യാവശ്യമായിട്ടൊരു കാര്യം അറിയിക്കാനുള്ളത് കൊണ്ടാണ് ഉണർത്തിയതെന്ന് പറഞ്ഞു. അപ്പോൾ എന്താണെന്ന് ചോദിക്കാം. സ്വപ്നത്തിൽ പോലും മേഡത്തിന് കൃഷ്ണനോടുള്ള ഭക്തിയാണ് നിറഞ്ഞു നിൽക്കുന്നത് അല്ലേ എന്ന് ചോദിച്ചു കിഷോർ. അപ്പോൾ അവർണിക എന്തത്യാവശ്യ കാര്യമാണ് പറയാനുള്ളത് എന്ന് ചോദിച്ചപ്പം ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ഗോവിന്ദ് സാറോ ഗീതാഞ്ജലിയോ അറിയാതെ ചില തട്ടിപ്പുകൾ നടക്കുന്നുണ്ടെന്ന് കിച്ചു എന്നോട് പറഞ്ഞിരുന്നുവെന്ന് അവർണിക പറയാം. കിച്ചുവിൻ്റെ ബ്രില്യൻസ് വെച്ച് അതേക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അന്വേഷിച്ച് കണ്ടെത്തിയിട്ടുണ്ടെന്നുള്ള കാര്യങ്ങൾ പറയണു നമ്മുടെ അവർണിക. അപ്പോൾ കിച്ചു വളരെ സന്തോഷമായിട്ട് നിൽക്കുന്നു. ഇവിടെ ചിലർക്ക് ഞാനൊരു കഴിവുകെട്ടവനാണെന്നും ബഫൂണാണെന്നും ചില ധാരണകളൊക്കെ ഉണ്ടെന്നുള്ള കാര്യങ്ങൾ കിഷോർ ഗീതാഞ്ജലിയോട് പറയുന്നു. അത് തിരുത്താനാ ഞാൻ ചെയ്യുന്ന വർക്കിൽ ഞാൻ തന്നെയാണ് നമ്പർ 1 എന്ന് തെളിയിക്കാനും എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു എന്നും പറയുകയാണ് കിഷോർ. അതുകൊണ്ടാണ് കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഇവിടെ നടക്കുന്ന തട്ടിപ്പുകളെക്കുറിച്ച് ഞാൻ തെളിവ് സഹിതം കണ്ടെത്തിയതെന്നുള്ള കാര്യം പറയുന്നു. ഞാനതെല്ലാം ഗീതാഞ്ജലിക്ക് മെസ്സേജ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം അവർണിക പറഞ്ഞപ്പം ഓക്കെ ഞാൻ നോക്കിക്കോളാമെന്ന് പറഞ്ഞു. ഇത് കുറച്ച് സീരിയസ് ആയിട്ട് എടുക്കണമെന്നും വേലി തന്നെ വിളവ് തിന്നാൻ അനുവദിക്കരുതെന്നൊക്കെ കിഷോർ പറഞ്ഞപ്പം ശരി 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 ഞാൻ നോക്കിയിട്ട് വിളിച്ചോളാമെന്ന് പറഞ്ഞു. അങ്ങനെ അതും പറഞ്ഞ് ഗീതാഞ്ജലി ഇങ്ങനെ ഇരിക്കുമ്പോൾ കിഷോറും അവർണികയും കൂടി അങ്ങ് പോയിട്ട് കിഷോർ ഇങ്ങനെ ഗീതാഞ്ജലി തിരിഞ്ഞു നോക്കിക്കൊണ്ട് തന്നെയാണ് പോണത്. ഗീതു അന്നേരം അവിടെ ഇരുന്ന് ആ ഒരു കാര്യങ്ങളെടുത്ത് നോക്കുന്നു. അപ്പോൾ നമ്മുടെ ഗോവിന്ദൻ അങ്ങോട്ടേക്ക് വന്നു. അപ്പോൾ ഗോവിന്ദൻ അങ്ങോട്ടേക്ക് വന്നപ്പോൾ വാ നമുക്ക് ഇറങ്ങാം, എൻ്റെ ഭാര്യ ഒരു വിശപ്പ് ജീവിയാണെന്ന് ഞാൻ അറിഞ്ഞില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മുടെ ഗോവിന്ദൻ വന്നു. പക്ഷേ ആ പൂ നിലത്തി ആടിപ്പോയി. ഗീതുവിനത് വിഷ് ചെയ്യാനായിട്ട് പറ്റിയില്ല. ഗീതു ആ പൂ എടുക്കാതെ അങ്ങനെ പോവുക. രണ്ടുപേരും കൂടി ഇങ്ങനെ പോകുമ്പോൾ ഗീതു ഇങ്ങനെ ആകെ ഡള്ളായിട്ടിരിക്കുന്നു. തനിക്ക് എന്താ പറ്റിയത്? വിശപ്പ് കാരണം മിണ്ടാൻ പോലും പറ്റാത്ത അവസ്ഥയിലാണെന്ന് ചോദിച്ചു. എനിക്ക് എത്ര വിശന്നാലും കണ്ണേട്ടൻ്റെ സമയത്തിന് കാത്തു നിൽക്കേണ്ട അവസ്ഥയായില്ലേ എന്ന് ഗീതാഞ്ജലി അന്നേരം ചോദിക്കും കേട്ടോ. ഓഫീസ് ക്യാൻറ്റീനിൽ നിന്ന് കഴിക്കാമായിരുന്നല്ലോ. എൻ്റെ ലക്ഷ്യം അതല്ലല്ലോ. എന്താ എന്തായി പറഞ്ഞേ? അല്ല
മറ്റാരുടെയും ശല്യമില്ലാതെ നമ്മൾ മാത്രമായിട്ട് ഒരു ടേബിളിൽ ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക അതൊക്കെയാണെന്ന് പറഞ്ഞു. എന്നിട്ടോ എന്ന് ചോദിച്ചപ്പോൾ ഗീതുവിനാകെ ചമ്മലും നാണും ഒക്കെ. അതെ, എന്നോടിങ്ങനെ എന്നിട്ടെന്ന് ചോദിക്കരുത് കേട്ടോ എന്നും പറഞ്ഞു ഗീതു. അത് കഴിഞ്ഞ് ഗീതു ആ വണ്ടിയിലിരുന്ന് സ്വപ്നങ്ങൾ കാണുക. അങ്ങനെ രണ്ടുപേരും കൂടി അങ്ങനെ അന്നേരം അവിടെ പോയിരുന്ന് ഭക്ഷണം കഴിച്ചതും ഗീതു തൻ്റെ പ്രണയം പറഞ്ഞതുമൊക്കെ സ്വപ്നത്തിൽ കണ്ട കാര്യങ്ങൾ ഗീതാഞ്ജലി ഇങ്ങനെ വണ്ടിയിലിരുന്ന് ആലോചിക്കുന്നു. അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഒരു ഹോട്ടലിലെത്തി. അതിനുശേഷം ഗോവിന്ദൻ വന്നവരടുത്ത് ഇരുന്നപ്പം ഇവിടെയല്ല, ഞാൻ വേറൊരു സ്ഥലം ബുക്ക് ചെയ്തിട്ടുണ്ട്, എന്തെന്ന് വെച്ചാൽ നമ്മൾ രണ്ടുപേരും മാത്രം മതി, മറ്റ് തിരക്കുകളൊന്നും വേണ്ടല്ലോ എന്ന് വിചാരിച്ചു എന്ന് പറയും. അപ്പോഴേക്കും അവിടേക്ക് ആൾ വന്നപ്പോഴേക്കും വേണ്ടുന്ന സാധനങ്ങളെല്ലാം ചോദിച്ചു. അങ്ങനെ ഗീതാഞ്ജലി പറയുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ ഗോവിന്ദനെ കൊണ്ട് ഗീതാഞ്ജലി കഴിപ്പിക്കാം. അപ്പോൾ എങ്ങനെ ഞാൻ അതൊക്കെ പറയും എന്നൊക്കെ ഗീതാഞ്ജലി ഇരുന്ന് ആലോചിക്കുക കേട്ടോ. ഗീതു ഇരുന്ന് എന്തൊക്കെയോ ആലോചിക്കുക. ഗീതു ചുമ്മാ ആവശ്യമില്ലാണ്ട് സമയം കളഞ്ഞുകൊണ്ടേ ഇരിക്കുക. ഗോവിന്ദനാണെങ്കിൽ ഇങ്ങനെ ഇതൊക്കെ കണ്ടിട്ട് ഇതിന് മാത്രം അടുക്കി പറക്കി പറയാൻ എന്ത് കാര്യമായിരിക്കണേന്ന് ചോദിച്ചു. അതൊക്കെ സദ്യ വന്നിട്ട് പറയാമെന്ന് ഗീതാഞ്ജലി. സദ്യ വന്നു. ഇന്ന് എന്തൊക്കെയോ സർപ്രൈസ് തരാനാണല്ലോ, ഇന്ന് എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നതിൽ എന്തോ ഒരു ദുരൂഹതയുണ്ടല്ലോ, എന്താ അതെന്ന് ചോദിച്ചു. ഗോവിന്ദൻ ഇങ്ങനെ ഗീതുവിൻ്റെ അടുത്ത് ഇരിക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ പുതുപുത്തൻ വിശേഷങ്ങളുമായി കാണാം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി.